കാരണം തെറ്റിക്കുന്നത് ഇയാളാണ്. ഇയാൾക്ക് ഒറ്റക്ക് പറയാൻ കഴിയും. നമ്മള് ആലോചിച്ചോളി, നിങ്ങൾ ഒറ്റക്ക് ഒരു കടയിലാണെങ്കിൽ ഒരു സെക്ഷനിലാണ് നിങ്ങൾക്ക് തെറ്റിക്കാതെ ചെയ്യാൻ പറ്റും. നിങ്ങൾ പലരുമായി ബന്ധപ്പെട്ട് എടുക്കണം അല്ലെ. പർച്ചേസിന് മറ്റവനാണ്, സാധനം ഡിസ്പ്ലേ ചെയ്യുന്ന മറ്റൊരാൾക്കാരാണ്, മറ്റൊരു കൈകാര്യം ചെയ്യാൻ കൗണ്ടറിൽ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റവനാണ്. ഇവിടുത്തെ തുറക്കാൻ നമുക്ക് പറ്റുള്ളൂ. കൗണ്ടർ സ്പീഡ് ആയി അവിടെ പ്രശ്നമാവും, ക്ലിയർ ആവും. ഇവൻ അറിയുന്ന പോലെ തന്നെ ഓനും അറിയണം. അല്ലെങ്കിൽ രണ്ടാമത്തെ സാധനം ഇങ്ങോട്ട് വരും, ഇതിനെന്താ പ്രൈസ് വെച്ച് കണ്ട്. ഇതൊക്കെ പ്രശ്നങ്ങളല്ലേ. അപ്പൊ എല്ലാവരും ആ ടാലിയിൽ പോയില്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി ഉണ്ടാവും. അപ്പൊ ഇവന് അറിഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടാവും. ഇയാൾ അതേ ഫ്ലോയില് വരട്ടെ, അതേ സ്പീഡിൽ വരട്ടെ. ഇയാൾ പറയാതെ മറ്റൊരു പറയാൻ കഴിയുമോ? ഇറ്റ് ഇസ് ദ ഡിപ്പെൻഡ്സ് അല്ലെ. ആ ട്രാൻസാക്ഷനെ നമ്മളുമായിട്ട് അലൈൻ ചെയ്യുന്ന ട്രാൻസാക്ഷനെ കറക്റ്റ് ആക്കാൻ കഴിയണമെങ്കിൽ രണ്ടുപേരും അതേ റൊട്ടേഷൻ. ഇപ്പൊ ഇതില് ക്ലാസ്സിൽ വരാത്ത കുറെ ആൾക്കാരില്ലേ? ഇല്ലേ? ഇപ്പൊ നമ്മളും തമ്മിൽ നമ്മൾ ആഫ്രിക്കയിലും ഓല ആഫ്രിക്കയിലും നമ്മൾ വേണ്ടിയിലേക്കാണ്. ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളിലായി, അല്ലെങ്കിൽ നമ്മൾ അമേരിക്കയിൽ ഓരോ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്കാണ് കിടക്കുന്നുണ്ടാവുക. ഇൻബാലൻസ് വരും. എപ്പോഴും ട്രെയിനിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. മാനേജ്മെന്റിനോട് പറയേണ്ട കാര്യം, ട്രെയിനിങ് എപ്പോഴും ബാലൻസ് വഴി ചെയ്യണേ. അത് ഇൻബാലൻസ് വരാൻ പറ്റില്ല. ടയറിൽ കാറ്റടിക്കുമ്പോൾ എല്ലായിടത്തും 34, 32 അങ്ങനെയൊക്കെ ബാലൻസ് ചെയ്യൂലേ? ഇതേപോലെയാണ്. വരും, നിങ്ങൾ ഒരു പാർട്ണർ പിടിച്ചോളൂ. എല്ലാവരും ഓരോ പാർട്ണർമാരെ പിടിക്കും. പെട്ടെന്ന് എണീറ്റിക്ക്. ഇതേപോലെ ഫേസ് ടു ഫേസ് തെറ്റാതെ ചെയ്യണം. ഓക്കെ, ഞാൻ റെഡി 1 2 3 പറയുമ്പോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. എന്റെ കളി എന്താ? 1 2 3 പറയാ, തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, റെഡി, സ്റ്റാർട്ട്.